ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് നമ്മുടെ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ആലപ്പുഴയ്ക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ലഗേജ് എല്ലാം നമ്മുടെ വണ്ടിയിൽ കയറ്റി നേരെ ആലപ്പുഴയ്ക്കാണ് പോകുന്ന വഴിക്ക്. നമ്മുടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പം തൊഴിലിട്ട് പോകാമെന്ന് കരുതി അമ്പലത്തിലൊന്ന് കയറി. ഇനി 9 മണിയാകുമ്പം അവിടെ എത്തണം എന്നാണ് പറഞ്ഞത്. പുന്നമടയിലാണ് അവർക്ക് ഹൗസ് ബോട്ട് വന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ സമയത്തെത്തി. ഇനിയിപ്പോൾ നമ്മുടെ ഗസ്റ്റ് വന്നു, ലഗേജ് എല്ലാം കയറ്റി നേരെ ഇനി മൂന്നാർക്കാണ് പോകുന്ന വഴിക്ക്. അവർ തണ്ണീർമുക്കം ബണ്ടിൽ അവിടെ എന്താ സംഭവം എന്നില്ലെന്ന് ചോദിച്ചു. അങ്ങനെ വണ്ടി നിർത്തി അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ ഒരു സന്തോഷമുള്ള കാര്യം, നമ്മുടെ സ്വന്തം നാട്ടിൽ കൂടെയാണ് പോകുന്നത്. ഇതുവഴി എപ്പോൾ പോയാലും ഒരു സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ നാട് കൂടെ പോകുമ്പം പിന്നെ പണ്ട് CNG ഇല്ലായിരുന്നു. തലയിലപ്പുറം CNG പമ്പിൽ കയറി ഫുൾ ടാങ്ക് CNG അടിച്ചു. ഇത് നമ്മുടെ നേര്യമംഗലം പാലം. എല്ലാ യാത്രാപ്രേമികളുടെയും ഇഷ്ടമുള്ളൊരു പാലമാണ് എനിക്കും. അങ്ങനെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിനവിടെ എത്തി വണ്ടി നിർത്തി അവർക്ക് കുറച്ചു നേരം കാണാമെന്ന് വെച്ചു. അങ്ങനെ നമ്മുടെ ഗസ്റ്റ് വാങ്ങിത്തുന്ന പൈനാപ്പിളാണ്, ഞാനതും കഴിച്ചങ്ങിരുന്നു. ഇത് റിവർ ക്രൂസ് സിപ്പ് ലൈൻ പോകുന്ന വഴിക്കുള്ളതായിരുന്നു. അപ്പോൾ അവർക്ക് സിപ്പ് ലൈനിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ സിപ്പ് ലൈനിലും കയറി. അത്യാവശ്യം നല്ലതാണ്, വലിയ തിരക്കില്ലാത്തതുകൊണ്ട് സമാധാനത്തോടെ അവർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ പോയത് ഫ്ലോറ ആൻഡ് ഫ്യൂനയിലോട്ടാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ കിട്ടും. അങ്ങനെ വണ്ടി പാർക്കിങ്ങിലിട്ടു, കുറച്ച് നേരം റെസ്റ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസാണിത്. അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അവർ വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ തൊട്ടടുത്തുള്ള പ്രകൃതിയിലാണ് കയറിയത്. നമുക്ക് ഗസ്റ്റിൻ്റെ വകയായിരുന്നു ഫുഡ്. എനിക്ക് ബിരിയാണി ആയിരുന്നു മേടിച്ചു തന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. നേരെ പോകണമെങ്കിൽ ചോക്ലേറ്റ് ഫാക്ടറിയിലും കയറി. മക്കോഫയിലാണ് കയറിയത്. അപ്പം നേരെ ഇനി ഇവിടെ അടുത്ത് തന്നെയാണ് അവർക്ക് സ്റ്റേ. അപ്പം നേരെ ഹോം സ്റ്റേയിലോട്ടായിരുന്നു. നേരെ അവിടെ കൊണ്ട് ഇട്ടു. അവർ ലഗേജായിട്ട് പോയി. ഇന്നിപ്പം നമുക്കിവിടെയാണ് സ്റ്റേ. അപ്പം വലിയ കുഴപ്പമില്ലാത്ത ഏരിയയാണ്, നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. അപ്പം നമുക്കിവിടെ റൂം ഉണ്ടെന്ന് റിസോർട്ടിലെ ചേട്ടൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ റൂം, ഡ്രൈവേഴ്സ് റൂമാണ്. വണ്ടിക്കകത്ത് കിടക്കുന്നതിനേക്കാളും ഭേദമാണല്ലോ എന്ന് ഓർത്ത് ഓക്കെയാണ്, നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്.